എന്തു പറഞ്ഞിട്ടാ അച്ഛൻ ഞങ്ങളോട് ദേഷ്യപ്പെട്ടു പോകുന്നേ? അമ്മ എവിടെ കൊണ്ടുപോയിന്ന് തിരക്കിയതിനാണോ? അച്ഛൻ എന്റെ അവസ്ഥ അറിയാവുന്നതല്ലേ. പിന്നെ ഈ സമയത്ത് എന്റെ അടുത്ത് വേണ്ടത് എന്റെ അമ്മയാ. അമ്മ ഇവിടെ ഇല്ല. 100 പേര് എന്റെ ഒപ്പം ഉണ്ടായാലും സ്വന്തം അമ്മ ചെയ്യുന്നത് പോലെ ആവില്ലല്ലോ. അമ്മ എവിടെയാണെന്ന് അറിയില്ല, സമ്മതിച്ചു. പക്ഷെ ഈ സമയത്ത് അച്ഛനും കൂടെ ഇവിടെ നിന്ന് മാറി നിന്നാലോ? ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. എനിക്കിപ്പോ ഇവിടെ ആരുമില്ലല്ലോ. ഉണ്ടായിരുന്നവരാണെങ്കിൽ വലിയൊരു ചോദ്യചിഹ്നമായി എന്റെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുക. അച്ഛാ, ആ സ്ഥിതിക്ക് ഞാൻ ഇനിവിടെ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നും. മാത്രമല്ല, ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നതിൽ നിങ്ങൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നന്നായി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇനിയൊരു തിരിച്ചറിവ് ഇങ്ങോട്ടില്ല. അച്ഛാ. അല്ല ഗോപാലേട്ടാ, ശാരിക ഈ സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ഗോപാലേട്ടൻ ഇത് എങ്ങോട്ടാ? ശാരദ അമ്മ ഇവിടെ ഇല്ല. മക്കൾക്കാർക്ക് നമ്മളെ ഇപ്പൊ അങ്ങോട്ട് ബോധിക്കുന്നില്ല. അതുകൊണ്ട് സ്വയം ഒഴിഞ്ഞു മാറി കൊടുക്കുന്നതല്ലേ നല്ലത്. ശാന്തേച്ചി, അച്ഛൻ ഇതൊക്കെ മനസ്സിലിട്ടുണ്ടാക്കി പറയുന്നതാ. ഞങ്ങളാരും ഇവിടെ അച്ഛനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അമ്മയെ തിരക്കി. അച്ഛൻ അമ്മയെ എവിടേക്ക് കൊണ്ടുപോയെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ? അതിപ്പോ ഇത്രയും വലിയ കുറ്റമാണോ? ഗോപാലേട്ടാ, ശാരദാമ്മ ഇവിടെ ഇല്ലല്ലോ. ഇവര് പറയുന്ന ഒന്നും കാര്യമാക്കണ്ട. ലോക വിവരം കൂടുതലുള്ള ഗോപാലേട്ടൻ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ പരിഭവിച്ചാൽ എങ്ങനെയാ? വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത പിള്ളേരാണെന്ന് കരുതി അങ്ങ് ക്ഷമിക്കേ. എന്ത് വിവരം? വിവരവും വിദ്യാഭ്യാസവും കൂടുതലുള്ള കളക്ടർ മോള് പറഞ്ഞത് ഞാൻ കേട്ടതാ. അപ്പോ അതെന്താ വിദ്യാഭ്യാസത്തിന്റെ കുറവാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, ആണോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇവരുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാൻ പ്രാപ്തരായി കഴിഞ്ഞു. അപ്പൊ പിന്നെ നമ്മളെന്താ വേണ്ടേ? സ്വതന്ത്രമായിട്ട് അവരെ അങ്ങോട്ട് വിട്ടുകൊടുക്കുക. അത് തന്നെയാണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. എല്ലാ ചട്ടക്കൂടിൽ നിന്നും അകറ്റി നിർത്തി ഇവര് സ്വതന്ത്രമായി ജീവിക്കട്ടെ. എനിക്ക് എന്റെ വഴി, അവർക്ക് അവരുടെ വഴി. അച്ഛാ, അങ്ങനെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഗോപാലേട്ടന് പോകാൻ പറ്റും തോന്നുന്നുണ്ടോ? എന്താ പോയാല്? എന്നെ മനസ്സിലാക്കാൻ എന്റെ മക്കൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ നിന്നിട്ട് എന്തിനാ? അച്ഛാ, എന്തിനാ അച്ഛൻ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അച്ഛനും കൂടി പോയ പിന്നെ ഞങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത്? ഞാൻ പോയാലെന്താ? നിങ്ങളെല്ലാവരെയും രക്ഷിക്കാൻ പോകുന്ന ഒരാളുണ്ടല്ലോ അങ്ങ് കളക്ടറേറ്റില്. അവള് നോക്കിക്കോളൂ. ഇത് മണ്ണെണ്ണയാ. ഇവരാരെങ്കിലും നീ തൊട്ടാ പ്രേരണ കുറ്റത്തിന് നിന്നെ ഞാൻ അകത്താക്കും. ആരും അടുക്കരുത്. വാ വാ ശിവ, വന്നെന്നെ തടയേ. ഞാനേ മരിക്കാൻ പോവാ. നീ വന്നിട്ട് തടയടാ. വാ. ഇവളെ പോലുള്ള ഭ്രാന്തികളെന്നും എന്റെ വീട്ടിൽ നിർത്താൻ പറ്റില്ല. അടിച്ചിറക്കി വിടിച്ചു അവളെ. ഇറങ്ങടി, ഇറങ്ങാനാ പറഞ്ഞത്. നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. ഇപ്പൊ ഞാൻ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ നിന്നെ ഞാൻ നിർത്തും. പെൺകുഞ്ഞ പക്ഷെ ഒരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാ കുഞ്ഞിന് തൂക്കക്കുറവും ചില ശാരീരിക പ്രശ്നങ്ങളും ഉണ്ട്. കുട്ടിയെ കിട്ടില്ലെന്ന് വിചാരിച്ചതാ. എന്തോ ദൈവഭാഗ്യം
ഡോക്ടർ, തൂക്കക്കുറവുള്ളതുകൊണ്ട് കുഞ്ഞിനെ ഇൻക്യുബേറ്ററിൽ വെക്കണം. അത് കുഞ്ഞിന്റെ ക്ഷീണം മാറുന്നതുവരെ വേണം. അല്ല, മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ഡോക്ടർ? ഇത് തന്നെ വലിയൊരു കുഴപ്പമാണ്. എന്തായാലും ഒരാഴ്ച ഇൻക്യുബേറ്ററിൽ കിടക്കട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ഇതിവേദ കുഞ്ഞ് മരിക്കുമായിരുന്നു. മനസാക്ഷിയില്ലാത്ത വർത്താനം പറയുന്നു. കുറെ നേരമായിട്ട് നീ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു. ഞാനൊന്നും കേൾക്കുന്നില്ലെന്നോ അറിയുന്നില്ലെന്നോ ഒന്ന് വിചാരിക്കരുത്. ഞാനെല്ലാം ക്ഷമിച്ചു നിൽക്കുന്നതേ ഇതൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് കരുതിയ. പക്ഷെ നീ സമ്മതിക്കില്ല അല്ലേ? ഇനി നീ ആ കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും മോശമായ അഭിപ്രായം പറഞ്ഞ ഇതായിരിക്കില്ല എന്റെ പ്രതികരണം. പറഞ്ഞില്ല എന്ന് വേണ്ട. ഇതേ നീ ചോദിച്ച് വാങ്ങിയ അടിയാ. നിലയ്ക്ക് നിന്നില്ലെങ്കിലേ ഇതുപോലെ രണ്ടെണ്ണം ഞാനും തന്നിരിക്കും.